വിളിക്കല്ലേ. ആയിവ എന്തപ്പം ഉണ്ടായത്? പിന്നീന്ന് വിളിക്കില്ലേന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ തൊടുന്ന എല്ലാം പൊന്നായിട്ട് വരുന്നുണ്ട്. കഷ്ടകാലം നല്ല ഉച്ചയിലാണ് നിൽക്കണം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു തീർത്തുള്ളൂ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ പെറ്റിട്ടെടുക്കണേ. അപ്പത്തേനും അടുത്തതിനായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഇപ്പോഴും അങ്ങോട്ട് കയറാനായിട്ട് അതെന്റെ അമ്മയുടെ വീടൊന്നും കുമാരനാശാൻ റോഡിയിട്ട് ഈ ബസ് പോയില്ലെന്ന് മാത്രം ഞാൻ കണ്ടക്ടറിനോട് ചോദിച്ചു. പിന്നെ നോക്കുമ്പോൾ അറിയണം ബസ്സിലുള്ള എല്ലാവരും എന്റെ അടുത്തേട്ടാ വന്നെ. ഐ മീൻ ഞാൻ ഇറങ്ങുന്ന സ്ഥലത്തേട്ട് എന്നെ അത് കണ്ടിട്ട് കണ്ടക്ടർ വരെ ചോദിച്ചു അവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ. പിന്നെ പരിപാടി മനുഷ്യൻ തന്നെ എന്തെങ്കിലും പരിപാടികൾ കൂടിയിട്ട് വർഷങ്ങളായി. അപ്പോഴാണ് ഇത്രയും തുള്ളിച്ചാടി പോകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല ഇത്രയും വലിയൊരു ലിഫ്റ്റിട്ടാണ് നമ്മൾ കയറി പോകുന്നതെന്ന്. ഈ കുത്തി കൈ അളയല്ലാണ്ട് വെറുതെ അവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മൾ സ്വാമി ശരണം എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കയറാനങ്ങ് തീരും. പക്ഷെ സ്റ്റെപ്പ് കയറിയതും ലിഫ്റ്റ് ഓൺ ആയത് ഒരേ സമയമായതുകൊണ്ട് ഓടി പിടിച്ച് തന്നെ ലിഫ്റ്റിൽ കൂടെ കയറാൻ. ഇനി ഞാൻ പറയണില്ല, നിങ്ങൾ തന്നെ കാണും. ഈ ലിഫ്റ്റ് ഇത്രയും മനോഹരമായി വെച്ചിരിക്കുന്ന വ്യക്തിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുവാണ് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അതിമനോഹരമായ സൗകര്യം പറയേണ്ടതില്ല. 3 ആൾക്കാർക്ക് കഷ്ടി നിൽക്കാം. കൂടാതെ നമ്മൾ പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള സൗണ്ടുകളും അവിടെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ അവിടെ വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. പറയുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ്. ഇന്നത്തെ ഡേ വളരെയധികം കളർഫുൾ ആക്കി തന്നത് ഈ ഒരു ലിഫ്റ്റ് ആണ്. കാരണം ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഞാൻ ഇതിന് മുന്നേ കണ്ടു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നേരെ വീട്ടിട്ട് വന്നു.